ഇന്ന് നമുക്ക് ഫ്ലോറയുടെ തോട്ടത്തിലൊന്ന് പോയി വരാം. രാമതുളസി, സുഗന്ധം കൊണ്ട് രാജാവ് തന്നെ. നീല അമരിയും കേശവർദ്ധിനിയും കേശ സംരക്ഷണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ചെറിയ ആടലോടകം പ്രായഭേദമന്യേ എപ്പോൾ വേണമെങ്കിലും അത്യാവശ്യം വന്നേക്കാവുന്ന ഒന്നാണ്. ഞരമ്പോടൽ ഞരമ്പുകൾക്ക് ബലം നൽകാൻ ഉത്തമമാണ്. വയമ്പ് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ഉത്തമമാണ്. അരുത എല്ലാ വീടുകളിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ്, പ്രത്യേകിച്ച് കുട്ടികളുള്ളിടത്ത്. ബ്രഹ്മി, കുടകൻ ഏത് പ്രായക്കാർക്കും ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഓർമ്മശക്തി നിലനിർത്തുന്നതിന് ഉത്തമമാണ്. ആരോഗ്യപ്പച്ചയുടെ ഇല വെറുതെ ചവച്ച് കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് നല്ലതാണ്. ചിറ്റരത്ത അഥവാ രാസ്നാദി, അതുപോലെ തന്നെ കച്ചോലം, മഞ്ഞൾ, കസ്തൂരിമഞ്ഞൾ, കരിമഞ്ഞൾ, കസ്തൂരിമഞ്ഞളിൽ വെള്ള, ഇതൊക്കെ ഫ്ലോറയുടെ റാണികളാണ്. ചട്ടിയിൽ പ്രത്യേകം സംരക്ഷിച്ചിരിക്കുന്ന ചതാവരിയും നന്നാറിയും അതുപോലെ തന്നെ നാടൻ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേക കളക്ഷൻ തന്നെയുണ്ട്. അപൂർവമായി കാണപ്പെടുന്ന കദംബം, അതിൻ്റെ ഹൈബ്രിഡ് ഇനം, എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതിൻ്റെ പൂവിനും അതുപോലെ തന്നെ മണവും. മുന്തിയ ഇനം കറ്റാർവാഴ ഭക്ഷ്യയോഗ്യമായതും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കുള്ളത് വേറിട്ടുണ്ട്. ഇതാണ് ഗരുഡക്കൊടി. ഇവയ്ക്കൊക്കെ തണൽ നൽകിക്കൊണ്ട് നമ്മുടെ മുന്തിരിയും പാഷൻ ഫ്രൂട്ടും, കൂടാതെ മുക്കുറ്റി, ചങ്ങലമ്പരണ്ട, അയ്യമ്പാന, ചുമക്കൂർക്ക, പനിക്കൂർക്ക, പിന്നെ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന കിളിക്കാമ്പെട്ടി, ഇങ്ങനെ പോകുന്നൊരു നീണ്ട നിര. സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.